ഹലോ കൂട്ടുകാരെ, എന്നിലെ വീട്ടമ്മയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഒരു വിഷു ഡേ വ്ളോഗാണേ. ഒരു 4 വർഷം മുന്നേയുള്ള എൻ്റെ ഒരു വിഷു ആണേ. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി എടുത്തു വെച്ച വീഡിയോസാണ്. പല കാരണങ്ങൾ കൊണ്ട് ഇടാൻ പറ്റിയില്ല. എന്തായാലും ഈ വിഷുവിനെങ്കിലും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചു. എന്നിലെ വീട്ടമ്മ ബൈ ആതിര എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെയും എൻ്റെയും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ആരോഗ്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് നേരുന്നു. രാവിലെ തന്നെ കുളിച്ച് പുതിയ മാക്സിയൊക്കെ ഇട്ട് കണ്ണാടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക കേട്ടോ. ഒന്ന് സുന്ദരിയായിട്ട് അടുക്കളയ്ക്ക് കയറാമെന്ന് വിചാരിച്ചു. ഒരുപാട് സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. അത്യാവശ്യമുള്ള കുറച്ച് മേക്കപ്പ് പ്രോഡക്റ്റാണ് ഉപയോഗിക്കുന്നത്. ആദ്യം തന്നെ ലോഷനാട്ടോ പുരട്ടുന്നത്. എൻ്റെ സ്കിന്ന് ഭയങ്കര ഡ്രൈ സ്കിന്നാട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം ലോഷൻ പുരട്ടി, അതിനുശേഷം പൊട്ട് തൊട്ടു, പിന്നെ ലിപ്സ്റ്റിക് ഇട്ടു, പിന്നെ പെർഫ്യൂം അടിച്ചു. ഞാൻ പെർഫ്യൂം തീരെ യൂസ് ചെയ്യാത്ത ഒരാളായിരുന്നു. കല്യാണം കഴിഞ്ഞ് ഇവിടേക്ക് വന്നതിന് ശേഷമാണ് പെർഫ്യൂം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഏട്ടനൊരു പെർഫ്യൂം ലവറാണെന്ന് പറയാം. അത്രയ്ക്കും പെർഫ്യൂംസിൻ്റെ കളക്ഷനുണ്ട് വീട്ടിൽ. മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം പോലെയാണ് കേട്ടോ ഇവിടെ വന്നപ്പോൾ എൻ്റെ അവസ്ഥ. ഏട്ടൻ്റെ അടുത്ത് എത്തിയപ്പോൾ പെർഫ്യൂംസ് യൂസ് ചെയ്യാനും ഇഷ്ടപ്പെടാനും തുടങ്ങി. പിന്നെ കണ്ണും പുരികനും ഒക്കെ എഴുതിയിട്ടോ. മോളുടെ പൊട്ട് കൊണ്ടാട്ടോ ഞാൻ സിന്ദൂരം ഇടുന്നത്. ഇത് മീഷോന്ന് വാങ്ങിച്ച വളയാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള വളയാണ്. കളറൊന്നും പെട്ടെന്ന് പോവില്ല. പിന്നെ അടുക്കളയ്ക്ക് വന്നു ചായ ഇട്ടു ഗോതമ്പ് ദോശ ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കും അച്ഛനും മോളും തറവാട്ടമ്പലത്തിൽ പോയി വന്നിരുന്നു. അച്ഛൻ എനിക്ക് വിഷ് കൈനീട്ടം തന്നു. കല്യാണം കഴിഞ്ഞിട്ടുള്ള എല്ലാ വിഷുവിനും ഏട്ടൻ്റെ അച്ഛനും ഏട്ടനും ഏട്ടൻ്റെ ബ്രദറും എനിക്ക് വിഷ് കൈനീട്ടം തരും കേട്ടോ. ഉച്ചയ്ക്ക് സദ്യയൊക്കെ കഴിച്ച് ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയി. ഇതാണ് എൻ്റെ വിഷുക്കോടി. ഞാൻ വീട്ടിലെത്തിയപ്പോൾ അമ്മയും അനിയത്തിയും പായസം ഉണ്ടാക്കുക കേട്ടോ. ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള 2-3 മുസ്ലിം അയൽവാസികൾക്കുള്ള പായസം കേട്ടോ. പെരുന്നാളിനും നബിദിനത്തിനും അവർ നമുക്കും, വിഷുവിനും ഓണത്തിനും അവർക്കും നമ്മൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും കൈമാറുന്ന മധുരമാണ് കേട്ടോ ഇത് എൻ്റെ വീട്ടിലുണ്ടാക്കിയ സദ്യയാണ് കേട്ടോ. ഏട്ടൻ്റെ വീട്ടിൽ നിന്ന് സദ്യ കഴിച്ചു വന്നാലും ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അമ്മ ഉണ്ടാക്കിയ സദ്യ കഴിക്കാൻ വളരെയധികം കൊതിയാണ് കേട്ടോ. നമ്മുടെ അമ്മമാരുണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ രുചി ഒന്ന് വേറെ തന്നെയാണല്ലോ. ഓണത്തിനും വിഷുവിനും ഇത് നിർബന്ധമുള്ള കാര്യം തന്നെ കേട്ടോ. എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഏട്ടൻ്റെ വീട്ടിൽ ഞാൻ ഉണ്ടാക്കുന്ന സദ്യയാണല്ലോ. അതുകൊണ്ട് തന്നെ അമ്മ ഉണ്ടാക്കുന്ന സദ്യ കഴിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ അവസരത്തിൽ ഫസ്റ്റത്തെ വിഷുവിനൊക്കെ ഒരാഴ്ച മുന്നേ തന്നെ എന്തൊക്കെ വിഭവങ്ങൾ ഉണ്ടാക്കാമെന്ന് യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാട്ടോ ഞാൻ സദ്യയൊക്കെ ഉണ്ടാക്കിയത്. ഇന്ന് യൂട്യൂബായിരുന്നു എൻ്റെ ഗുരു. കുക്കിംഗ് അറിയാത്ത എനിക്ക് യൂട്യൂബ് തന്നെയായിരുന്നു ആശ്രയം. ഇതുവരെ ലൈഫിൽ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കാത്ത ഞാൻ ഇത്രയും കറികൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അത് നന്നാകുമോ അതോ കേടുവരുമോ, അവർക്ക് ഇഷ്ടപ്പെടുമോ എന്നൊക്കെ ആശങ്ക ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇതൊക്കെ ഒറ്റയ്ക്കാണെങ്കിലും ഉണ്ടാക്കാൻ പഠിച്ചിട്ടോ. ഇത് മോൾക്ക് എൻ്റെ വീട്ടിലെടുത്ത വിഷുക്കോടിയാണ്. എൻ്റെ അച്ഛമ്മ, അതായത് മോൾക്ക് മുത്തശ്ശിൻ്റെ വക മോൾക്ക് വിഷ് കൈനീട്ടം ഉണ്ടായിരുന്നു കേട്ടോ. വിഷ് കൈനീട്ടവും ഒരു ഉമ്മയും ഒക്കെ വാങ്ങിച്ചു വരും കേട്ടോ ആള്. എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും കൂടി മാമൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ മാമൻ്റെ വീട്ടിലെത്തി. പടക്കവും പൂത്തിരിയും ഇല്ലാതെ എന്തു വിഷു. പിന്നെ പടക്കമൊക്കെ പൊട്ടിച്ച് മാമൻ്റെ വീട്ടിൽ നിന്ന് രാത്രിത്തെ ഫുഡും കഴിച്ച് ആനൂർ ഹാർബറിലേക്ക് വന്നതാട്ടോ. അമ്മയ്ക്ക് കടല ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ അവിടുന്ന് കടല കണ്ടപ്പോൾ അമ്മ കടല വാങ്ങിച്ചു. കാണുന്ന ലൈറ്റൊക്കെ ബോട്ടിലത്തെ ലൈറ്റാട്ടോ. രാത്രി കടപ്പുറത്ത് പോകാൻ ഇഷ്ടപ്പെടുന്ന ആളാട്ടോ ഞാൻ. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പോഴാണ് അത് സാധിച്ചത്. ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കടപ്പുറത്ത് പോയാലോ എന്ന്. അപ്പോൾ എല്ലാവരും സമ്മതിച്ചു. ഏട്ടൻ കടപ്പുറത്ത് നിന്ന് ചെറിയ എരുന്തിനൊക്കെ പെറുക്കി കാണിച്ചു തരിക കേട്ടോ. പിന്നെ ഇത് ചെറിയൊരു ഞെണ്ടിനെയും പിടിച്ച് ഏട്ടൻ കാണിച്ചു തന്നു കേട്ടോ. അമ്മയും അച്ഛനും അമ്മച്ചനും കടലിലേക്ക് ഇറങ്ങിയില്ല. ഞാനും ഏട്ടനും മോളും അനിയത്തിയും കടലിൽ ഇറങ്ങി കളിച്ചു. ഞങ്ങൾ ചെന്നപ്പോൾ വളരെ ശാന്തമായിട്ടോടെ തിരമാലകൾ അടിച്ചുകൊണ്ടിരുന്നത്, അതോടൊപ്പം നല്ല തണുത്ത കാറ്റും. ഇവരുടെയൊക്കെ വീഡിയോ എടുത്തു നടക്കുകയായിരുന്നു ഞാൻ. അതിനുശേഷം അനിയത്തിയുടെ കയ്യിൽ ഫോൺ കൊടുത്തിട്ട് എൻ്റെ വീഡിയോസ് എടുത്തു തരൂ എന്ന് പറഞ്ഞു. പിന്നെ അവൾ എൻ്റെ കുറച്ച് വീഡിയോസ് എടുത്തു തന്നു. നല്ല റിലാക്സ് ആയിട്ട് അവിടെ കുറേ നേരം ചിലവഴിച്ചിട്ടോ. ഇപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് നൈറ്റ് ബീച്ചിൽ പോവുക എന്നുള്ളത്. എനിക്കും ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ് ബീച്ച്. ഞങ്ങൾ അവിടെ നിൽക്കും തോറും തിരമാലയുടെ ശക്തി പിന്നെ കൂടി വന്നു. അങ്ങനെ കടലമ്മയ്ക്കും എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന എൻ്റെ വീട്ടുകാർക്കും നന്ദി പറഞ്ഞ് തിരിച്ച് ഞങ്ങൾ മാമൻ്റെ വീട്ടിലേക്ക് തന്നെ പോന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്